പിണറായി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം വോട്ടാക്കാൻ കാത്തിരുന്ന 100 സീറ്റും കൊണ്ടേ ജയിക്കൂ എന്ന് പറഞ്ഞ കോൺഗ്രസിന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവ് തലവേദനയായി തീർന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചാൽ പ്രശ്നങ്ങളെല്ലാം കഴിയുമോ? അത് ഞങ്ങളുടെ പാർട്ടി പ്രശ്നമാണ്, ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന ചാനൽ ചർച്ചകൾ ഡിബേറ്റിൽ പങ്കെടുക്കുന്ന പാർട്ടി വക്താക്കളുടെ മറുപടിക്ക് ചാനൽ അവതാരകൻ തിരികെ ചോദിക്കുന്നു, നിങ്ങൾ തീരുമാനിച്ചാൽ മതിയോ? പൊതുജനം വോട്ട് തന്ന് ജയിപ്പിച്ചെങ്കിൽ ഇത്തരത്തിൽ നെറികെട്ട പ്രവൃത്തി കാണിച്ച നേതാവിനെ ജനം എന്തിന് തലയിൽ ചുമക്കണം എന്ന് ചോദിക്കുന്നു. പിണറായി സർക്കാരിനെതിരെ 100 കുറ്റം പറഞ്ഞുകൊണ്ട് വോട്ട് തേടാനിരുന്ന സതീശനും സംഘത്തിനും രാഹുൽ മാങ്കൂട്ടം ഒരു വലിയ അടിയായി തീരുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം കഴിയുന്നതിന്, ഈ സംഭവം ഉണ്ടാകുന്നതിന് ഏതാനും ദിവസം മുമ്പ് പാർട്ടിക്കകത്ത് CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് അവരുടെ പാർട്ടിക്കകത്ത് തന്നെ നിറയെ പ്രശ്നങ്ങൾ കത്തി നിൽക്കുന്ന രീതിയിൽ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കത്തിനെ ചൊല്ലി ഉണ്ടായ പോളിറ്റ് ബ്യൂറോയിൽ എത്തിയതും അത് കോടതി രേഖകളിലായതും ഒക്കെ പറഞ്ഞുകൊണ്ട് CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്തുണ്ടായ വിവാദ പരാമർശങ്ങൾക്ക് ഒരു വേള കഴിഞ്ഞ 5 ദിവസമായി രാഹുൽ വിഷയം ഒരു വിരാമമായിരിക്കുന്നു. വോട്ട് ചോർച്ച, വോട്ട് കൊള്ളയെ തുടർന്ന് വികാരി, പള്ളി വികാരി, തൃശൂർ രൂപത വികാരി ഒക്കെ തന്നെ BJP തങ്ങളെ ചതിച്ചു എന്ന് പറയുകയും വികാരിയെ തിരിച്ച് കുറ്റം പറയുകയും ചെയ്ത CPM സംസ്ഥാന സെക്രട്ടറി BJP എന്നാൽ ഇതാണ്, നിങ്ങളെ ചതിക്കും, നിങ്ങളെയെല്ലാം ഇത്തരത്തിൽ ചതിക്കുന്ന ഒരു പാർട്ടിയെ നിങ്ങൾ ചുമക്കേണ്ടതുണ്ടോ എന്ന് CPM ചോദിക്കുന്നു. വോട്ടുകൊള്ള എടുത്തുയർത്തി BJP സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചത് കള്ള വോട്ടിനാണെന്ന് പറയുന്നു. ഇങ്ങനെ കോൺഗ്രസും BJPയും CPMും 3 മുന്നണികൾ, അവരുടെ 3 മുന്നണികളും ഇത്തരത്തിൽ ഓരോ ആരോപണവുമായി പോകുമ്പോൾ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസിനകത്ത് ഉരുണ്ടുകൂടിയിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് ഒരു തീരുമാനം VD സതീശന് ഉണ്ടാക്കാൻ കഴിയുമോ? ഇന്നിപ്പോൾ അജയ് തറയിലിന്റെ ഒരു ഒളിയമ്പ് ഫേസ്ബുക്ക് പോസ്റ്റായി തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു വേള രാഹുൽ മാങ്കൂട്ടം VD സതീശന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ രാഹുൽ പാർട്ടിക്കകത്ത് എടുത്തിരുന്ന അപ്രമാദിത്വത്തിനെതിരെ ഈ പറയുന്ന അജയ് തറയിലിനെ പോലുള്ളവരൊക്കെ തന്നെ തലപൊക്കി തുടങ്ങിയിരിക്കുന്നു. TN പ്രതാപനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ഇന്നലെ പത്രസമ്മേളനത്തിലൂടെ ഒരു നേതാവിന് വേണ്ട ക്വാളിറ്റി എന്താണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആകെ ഒരു K മുരളീധരൻ മാത്രമാണോ മുതിർന്ന നേതാക്കളിൽ രാഹുലിനാകെ സപ്പോർട്ടായിട്ടുള്ളത്? രാഹുലിനെ തീർച്ചയായിട്ടും രാജിവെക്കാൻ പറയണം, രാഹുൽ രാജിവെക്കണം. പൊതുജനത്തിന് കോൺഗ്രസിന് നൽകാൻ കഴിയുന്ന മറുപടി അതാണ് എന്ന് ഒരു പക്ഷം പറയുമ്പോൾ, മാധ്യമങ്ങളോട് നിങ്ങൾ പോലും ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള തീരുമാനമല്ലേ ആദ്യമായി ഞങ്ങൾ അദ്ദേഹത്തിനെ സംഘടനാ ചുമതലയിൽ നിന്ന് മാറ്റിയത്? ഇനി അദ്ദേഹത്തിനെ നിങ്ങൾ പോലും ഞെട്ടുന്ന രീതിയിൽ, മറ്റു പാർട്ടികൾ പോലും ഞെട്ടുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഇനി പല തീരുമാനങ്ങളും എടുക്കാൻ കഴിയും എന്ന് VD സതീശൻ പറയുമ്പോൾ രാഹുലിന്റെ രാജി തന്നെയാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അത് തന്നെയാണ് ഇതുവരെയും ഇപ്പോൾ ഈ നിമിഷം വരെയും കേൾക്കുന്നത്. രാഹുലിന്റെ രാജി VD സതീശൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇത് രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചാൽ മാത്രമേ ഇതിനൊരു ഉത്തരമാകൂ. ഭരണവിരുദ്ധ വികാരം പിണറായി സർക്കാരിനെതിരെ അവർക്ക് പൊതുജനത്തോട് പല കാര്യങ്ങളും ഉന്നയിക്കണം എന്നുണ്ടെങ്കിൽ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയെ ഇനി അതിന് അവരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അവർ ഇനി വോട്ട് ചോദിച്ച ജനങ്ങൾക്കിടയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിനുണ്ടായിരിക്കുന്ന തടസ്സം രാഹുൽ തന്നെയാണ്. വരുന്ന നിയമസഭ, ഇനി ഇപ്പോൾ വരാൻ പോകുന്ന നിയമസഭ, ഇനി 2 സഭാ സമ്മേളനങ്ങൾ നടക്കാനുണ്ട്. ആ സഭാ സമ്മേളനത്തിന് മുമ്പ് തന്നെ രാഹുൽ രാജിവെച്ചാൽ മാത്രമേ അതിന് ഉത്തരമാകൂ എന്ന് VD സതീശനൊപ്പം നിൽക്കുന്നവർ വിശ്വസിക്കുന്നു. ഇതിനിടയിൽ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിക്കാനായുള്ള ചില നീക്കങ്ങൾ നടത്തുന്നതായും പറയുന്നുണ്ട്. ഈ കാണുന്ന എല്ലാ പ്രശ്നങ്ങളും തനിക്ക് ഗോളാക്കി മാറ്റാൻ രമേശ് ശ്രമിക്കുന്നു എന്ന വർത്തമാനവും കേൾക്കുന്നു. ഏതായാലും KC വേണുഗോപാലും AICCയും കേരള നേതൃത്വത്തിന് പന്ത് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഗോൾ അടിക്കണമെങ്കിൽ ഗോൾ അടിച്ചോളൂ, രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുന്ന തീരുമാനം നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു എന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നാം ഇവിടെ പറയുന്നത്,
വോട്ട് ചോർച്ചയെക്കുറിച്ചുള്ള അപവാദം. തൃശൂർ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് എന്തായാലും എന്നെ നിങ്ങൾ ഇത്രയും ചെയ്ത് നാറ്റിച്ചു തന്നല്ലോ എന്നൊരു വാക്ക് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഏതായാലും BJPക്ക് ഉണ്ടായിരുന്ന വോട്ട് ചോർച്ച, കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിലുണ്ടായ പേരുദോഷം, ആ ഒരു വിഷയം BJP എങ്ങനെ മുന്നോട്ട് പോകും, രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ ഈ കാര്യങ്ങൾ ഇനി ജനങ്ങളുടെ മുന്നിൽ, കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും, പിതാക്കന്മാരെ ഇനി കാണേണ്ടതുണ്ട് എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടിയിരിക്കുന്നു. CPM-നകത്തെ കത്ത് വിവാദം ഉരുണ്ടുകൂടിയിരിക്കുന്നു. അപ്പോഴിതാ രാഹുലിന്റെ വിഷയം വരുന്നു. ഇന്ന് ദിവസം 5 ആകുന്നു. രാഹുൽ വിഷയം തന്നെയാണ് ഇപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്നത്. രാഹുൽ വിഷയത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടായാൽ മാത്രമേ ഇനി അങ്ങോട്ട് രാഷ്ട്രീയ കേരളത്തിന് വരുന്ന തിരഞ്ഞെടുപ്പിൽ എന്തൊക്കെ ചുവടുവെപ്പുകൾ നടത്തണമെന്ന് 3 മുന്നണികൾക്കും തീരുമാനമെടുക്കാൻ കഴിയൂ.